Uh, so welcome to your lab session. Okay. So here in your lab, in your S3 lab, actually we are having it is actually divided into two sections. Okay. The first one is actually manual drawing. Okay. അത് നമുക്ക് manual drawing ആയതുകൊണ്ടാണ് നമുക്കത് ക്ലാസ്സിലിരുന്ന് അല്ലെങ്കിൽ നമുക്ക് ചാർട്ട് പേപ്പറിൽ വരച്ച് വെക്കേണ്ട സാധനങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ഗ്രാഫിക്സ് ചെയ്ത സാധനങ്ങൾ നമ്മൾ പക്ഷെ വലിയൊരു ചാർട്ട് പേപ്പറിലേക്ക് മാറ്റിയിട്ട് അതിൽ പിന്നെ അതിലാണ് നമ്മൾ ഫിഗേഴ്സ് വരക്കുക. ഓക്കെ, അതേപോലെ അതേ സമയത്ത് തന്നെ ഇതേ കാര്യങ്ങൾ നമുക്ക് ഓട്ടോ കാഡിലും ചെയ്യാം. ഓക്കെ, സോ വിൽ ബി ഫസ്റ്റ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദിസ് വൺ. ഓക്കെ, ഞാൻ ഓട്ടോ കാഡ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഓട്ടോ കാഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇരിക്കുക. ഇതിപ്പോൾ ഓട്ടോകാഡ് 2021 ആണ്. ഇനി ഇഫ് ഇൻ കേസ് നിങ്ങളിപ്പോൾ വീട്ടിലാണ്, നിങ്ങൾക്ക് ഓട്ടോകാഡ് പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റുഡൻറ് വേർഷൻ അവൈലബിൾ ആണ്. ഇതും ഒരു സ്റ്റുഡൻറ് വേർഷൻ തന്നെയാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഓട്ടോകാഡ് എന്ന് നമ്മുടെ പിന്നെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക, ഓട്ടോകാഡിൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് പോവുക, അവിടുന്ന് ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ അതിൽ സിസ്റ്റം നമ്മളോട്, അപ്പോൾ വെബ്സൈറ്റ് നമ്മളോട് ചോദിക്കും വെദർ യു ആർ എ സ്റ്റുഡൻറ് ഓർ ടീച്ചർ, ആ രീതിയിലുള്ള ഒരു പിന്നെ സ്റ്റുഡൻറ് വേർഷൻ ആണോ വേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് യെസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രൂഫ് കൊടുക്കാൻ പറയും. നിങ്ങളുടെ ID കാർഡ് അതിൽ പ്രൂഫായിട്ട് കൊടുത്താൽ മതി. ID കാർഡിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, അത് പ്രൂഫായിട്ട് കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഡൗൺലോഡ് ദ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് 1.5 GB ആണ് ഉള്ളത്. അത് കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ 3 GB 4 GB വരെ പോകും. ഓക്കെ, അപ്പോൾ ഫ്രീ ആണ്. പിന്നെ വേറെ ലൈസൻസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളിത് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ ഇമെയിൽ ID കൊടുത്തിട്ട് ഇതിൽ ആക്സസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടാവുക. നമ്മൾ ഓട്ടോകാഡിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഈ കാണുന്ന പോലെയാണ് ഉണ്ടാവുക. Okay, so first of all, let us start this one. Okay, so go to start drawing. If you click on start drawing, we'll get a page something like this. Correct. See, let me first introduce to you the different tools, okay, and the different settings of this AutoCAD. Right. See, first of all, you can see a gear kind of an arrangement over here. Right. There is a gear type of arrangement. No, this is actually the settings. Okay, നമ്മൾ ഏത് സിസ്റ്റത്തിൽ നോക്കിയാലും, ഈവൻ ലാപ്പ് നമ്മളെ മൊബൈൽ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു ഗിയർ സിമ്പിൾ ഇസ് ആക്ച്വലി സെറ്റിംഗ്സിന്റെ സിമ്പിൾ ആണ്. അത് സ്റ്റാൻഡേർഡ് സിമ്പിൾ ആണ്. റൈറ്റ്. നോ ഹിയർ മൂന്ന് ഓപ്ഷൻസ് ആണ്. വൺ ഇസ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ, സെക്കൻഡ് വൺ ഇസ് 3D ബേസിക്സ്, ആൻഡ് തേർഡ് വൺ ഇസ് 3D മോഡലിംഗ്. ഓക്കെ, അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് ആണ് മെയിൻലി ഉള്ളത്. Drafting and annotation is for two-dimensional drawings. Okay, so you can see from the here user interface. See, the first section is line, polyline, circle, arc. ഇതൊക്കെ two-dimensional sketches വേണ്ട ടൂൾസ് ആണ്. ഓക്കെ, സിമിലർലി സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ട് അതിനെ മോഡിഫൈ ചെയ്യേണ്ട കമാൻഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, അതിനെ മൂവ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, അതിനെ കട്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, മിറർ ഫില്ലറ്റ് ചെയ്യുക, അതുപോലെ ചാംഫർ ചെയ്യുക, അതിനൊക്കെയുള്ള ഏരിയാസ് ആണ് ഈ മോഡിഫൈ കമാൻഡ്സിൽ വരുന്നത്. ഓക്കെ, പിന്നെ അതിന് നെയിമിങ്ങിനും ലെയറിങ്ങിനും അങ്ങനെയുള്ള പിന്നെ ഇതിനെ മെഷർ ചെയ്യേണ്ട ടൂൾസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, ദ സെക്കൻഡ് ടൈപ്പ് ഇസ് 3D ബേസിക്സ്. നമുക്ക് നോക്കാം 3D ബേസിക്സിന് എന്താ ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, സോ വെൻ ഐ ക്ലിക്ക് ദിസ് 3D ബേസിക്സ്, അതായത് സെറ്റിംഗ്സ് മാറി. ഓക്കെ, നൗ യു ക്യാൻ സി ദറ്റ് ബേസിക് 3D ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുവിധം ടൂൾസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. സി ഹിയർ ഇവിടെ ക്രിയേറ്റിൽ വന്നിരിക്കുന്നത് ബോക്സ്, എക്സ്ട്രൂഡ്, പ്രസ് പുൾ, യൂണിയൻ തമ്മിൽ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യുന്നതാണ്. സബ്ട്രാക്ട് ചെയ്യുന്ന ഒരു സോളിഡ് ബോഡീനെ മറ്റേ സോളിഡ് ബോഡിയിൽ നിന്ന് റിമൂവൽ പ്രോസസ്സിനാണ് സബ്ട്രാക്ട് എന്ന് പറയുക. അതുപോലെ ഇന്റർസെക്ഷൻ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു കേസിൽ വേണ്ട ലൈൻസ് ആൻഡ് പോളിലൈൻസ്, പോളിഗണൊക്കെ വരക്കേണ്ട ബേസിക് ഡ്രോ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ആൻഡ് അതിനെ മോഡിഫൈ ചെയ്യേണ്ട ഓപ്ഷൻസ്. See, and if there is something like cutting and all, you can do it from this option. Okay, so ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ. അതിൽ ത്രീ ഡയമെൻഷനിലെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. ഓക്കെ, തേർഡ് ടൈപ്പ് 3D മോഡലിംഗ് ആണ്. ഡീറ്റെയിൽഡ് 3D മോഡലിംഗ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ടു ദിസ് കമാൻഡ്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ, സീ ദർ ഇസ് എ ഡീറ്റെയിൽഡ് ടൂൾസ്, ഓക്കെ, ഫോർ ഡൂയിങ് 3 dimensional ഡിസൈൻസ്. ഓക്കെ, അപ്പോൾ ബേസിക് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ആസ് പെർ യുവർ സിലബസ് നമുക്ക് മെയിൻലി ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, പിന്നെ ഗിവൺ ഇതിൽ പിന്നെ ഓട്ടോകാഡിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് വെദർ യു ആർ ഇൻ വിച്ച് വർക്ക് സ്പേസിൽ, ഏത് വർക്ക് സ്പേസിലാണ് നിങ്ങൾ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഹിയർ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമ്മൾ 2 dimensional കേസസ് ആണ് നമ്മൾ വരക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷനിൽ ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. റൈറ്റ്, ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. റൈറ്റ്, ഇനി there are different parts. ഓക്കെ, ഇനി ഇതിലെ ബേസിക് പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതിനെ ഞാൻ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷനിൽ നമുക്ക് ഇങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വളരെ എന്താ പറയുക, അടുക്കും ചിട്ടയോടുകൂടി വെച്ചതുപോലെയാണ് ഇവിടെ കാണാം. ഓക്കെ, ഇത് ഡ്രോയിങ് ടൂൾസ് ആണ്. നമുക്ക് കംപ്ലീറ്റ് ബേസിക് ഒരു ഫിഗർ വരക്കാൻ വേണ്ട ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടൂൾസ് ഒക്കെ ഡ്രോ ടൂൾസിൽ കാണാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലൈൻ ഉണ്ട്,
പോളിലൈൻ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ആർക്ക് ഉണ്ട്, അതുപോലെ റെക്ടാങ്കിൾ, സർക്കിൾ, അതുപോലത്തെ ഓപ്ഷൻസ് ഒക്കെ വരുന്നത് ഈ ഡ്രോ ടൂൾസിലാണ്. ഓക്കെ, ഇനി ലൈനും പോളിലൈനിലുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് കാണാം, വഴിയെ കാണാം. Now, and see the next one is the modify option. Okay, നമ്മൾ എന്തൊക്കെയാണോ വരച്ചത് അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത്, സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അതിനെ മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, അതിനെ ട്രിം ചെയ്യാം, കോപ്പി ചെയ്യാം. മിറർ എന്ന് പറഞ്ഞാൽ സെയിം പോർഷൻ നമുക്ക് അതേപോലെ തന്നെ ഒരു 90 ഡിഗ്രി 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത ഒരു അവസ്ഥ വേണമെങ്കിൽ. ഓക്കെ, സി യു ക്യാൻ സീ ഇറ്റ് ഫ്രം ഹിയർ, മിറർ ഓപ്ഷൻ. We'll see that in detail. Okay, now trim option and all other modify options you can see here, then followed by the annotation. See, for example, if you want to name that diagram, whatever you have drawn, you can use the text option. Okay, and see, all these comes under the annotation. Okay, now the and other things are you can dimension. Okay, give dimension to each and every part you have drawn. Okay, all those things and different types of dimensioning and all are given over here, right? And the third and the next one is the layering option. Okay, I'll tell you what a layering option is. Okay, so this is the layering option, followed by you can change the properties over here. Now if you want to measure and all, utilities are over here. See, all these are the basic options in drafting and the notation. Okay, now when you come down, okay, to the base of this one, you can see that there is a command bar over here, right? So you can even call a line, a circle, using commands. Okay, see, when you expertise, when you become an expert on AutoCAD, uh, or I can put it this way, like if all the experts in AutoCAD never use this mouse and draw, right? Normally they use their uh, keyboard. Okay, so you can directly type the command over here and you can call the particular tool that you want to use. Okay, so ഈ കമാൻഡ് ടൂൾ ബാർ ഇവിടെ ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇൻ കേസ് കമാൻഡ് ടൂൾ ബാർ ഇല്ല എങ്കിൽ control 9 is the option. Okay, so if you press control plus 9, so you can see that, see, if I give s means there is no this one, right? Command box. No, if there is no command box, just press control and 9. Okay, control and 9 press ചെയ്ത് കഴിഞ്ഞാൽ command tool box അവിടെ വരും. അതിനുശേഷം നമുക്ക് കമാൻഡ്സ് എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് നോക്കാം, അതിനനുസരിച്ച് നമുക്ക് കോൾ ചെയ്യാം, റൈറ്റ്? നോ, അതിന് പിന്നീട് വേണ്ട കുറച്ച് ബേസിക് ഐറ്റംസ് ആണ് ഇവിടെ ഒക്കെ ഉള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഗ്രിഡ്. ഓക്കെ, യു ക്യാൻ ഓഫ് ദ ഗ്രിഡ്, യു ക്യാൻ സ്വിച്ച് ഓൺ ദ ഗ്രിഡ്. നോർമലി ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു സ്വിച്ച് ഓൺ ദ ഗ്രിഡ്, കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് വരക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, നമുക്കൊരു വിഷ്വലൈസേഷന് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇഫ് യു സ്വിച്ച് ഓൺ ദ ഗ്രിഡ്. നോ, സോ യു ഹാവ് വൺ മോർ ഓപ്ഷൻ, യു ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ, നമുക്ക് പെട്ടെന്ന് നമുക്ക് വരക്കുന്നതിൽ വേണ്ട ക്വിക്കായിട്ട് വേണ്ട ചേഞ്ചസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, പെട്ടെന്ന് ആക്സസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്, റൈറ്റ്? ഇവിടെ ഇത് ഓർത്തോ മോഡാണ്. ഓർത്തോ മോഡ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, കറക്റ്റ് 90 ഡിഗ്രിയിൽ സ്ട്രെയിറ്റ് ലൈൻസ് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്യാം. ഫൈൻ. അതുപോലെ ഡിഫറെൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റംസിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ആൻഡ് സം അതർ ഓപ്ഷൻസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അതിനനുസരിച്ച് വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ഒരു ഓട്ടോകാഡിൻ്റെ ഒരു ബേസിക് യൂസർ ഇന്റർഫേസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇന്റർഫേസിൽ ഉണ്ടാവുക, റൈറ്റ്? നൗ വെൻ യു സ്വിച്ച് ഓൺ ടു ദിസ് വൺ, നിങ്ങൾക്ക് നമ്മൾ ഒരു ഓട്ടോകാഡ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഓക്കെ, നിർബന്ധമായിട്ടും ഓരോ തവണയും ഒന്ന് സെറ്റിങ്സ് കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം, ഒന്ന് ഓർഡേർഡ് ആക്കി വെക്കണം. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. The first one is see, once you are here, for the first thing that you need to do is to set the units. Okay, now for that you can directly type units in the command bar. Okay, now if you type units in command bar, you can see different options. So just select this unit, first one. You can see an option over here. Now by default AutoCAD uses inches as its unit. Okay, default settings ഇഞ്ചസിലാണ് ഉണ്ടാവുക. So what you want to do is you change this into millimeters. Normally കാരണം നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഏത് ഡ്രോയിങ്സും നമ്മൾ വരക്കുന്നത്, നമ്മൾ ഇപ്പം ചാർട്ട് വരച്ച് നിങ്ങളിപ്പം ഗ്രാഫിക്സിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവസാനം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഓൾ യൂണിറ്റ്സ് ആർ ഇൻ mm, അല്ലെ? അപ്പോൾ നമ്മൾ എല്ലാ ഡയഗ്രാംസും നമുക്ക് തന്നിരിക്കുന്ന എല്ലാ മില്ലിമീറ്റേഴ്സിലാണ്. സോ better change the unit to millimeters. So the first step, change the unit. Now this is all about precision. It's up to you, you can keep it as 0 or 0.0, whatever it is. No, okay, and that's it. Okay, give okay. So the inches, the unit is set to millimeters. In the drawing unit millimeter. Fine. Now the second one,
is to set the space. Okay, now working space in a proper ആയിട്ട് സെറ്റ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. Okay, and for that your command is limits. Okay, just type limits. If you type limits, see, all you are doing is നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ വർക്കിംഗ് സ്പേസിനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഇസ് എൻ A4 ഷീറ്റ്. ഓക്കെ, A4 ഷീറ്റ് ആണെങ്കിൽ A4 ഷീറ്റിന്റെ ഡയമെൻഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ വർക്കിംഗ് സ്പേസിനെ A4 ഷീറ്റിൽ വരക്കുന്ന ഡയഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സി അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പേജ് നമ്മൾ ഒരു പേപ്പർ നമ്മൾ സ്പെസിഫൈ ചെയ്യുമെങ്കിൽ നമ്മൾ എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ സ്പേസ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയമെട്രിക് രണ്ട് പോയിന്റ്സ് സെറ്റ് ചെയ്താൽ മതി മിനിമം, അല്ലെ? ഒന്ന് ഒരു ഫസ്റ്റ് പോയിന്റ് ആൻഡ് ഡയഗണലി ഓപ്പോസിറ്റ് പോയിന്റ് കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ റെക്ടാംഗിൾ സ്പേസ്, റൈറ്റ്? ഫസ്റ്റ് പോയിന്റ് അതുപോലെ ഒരു ഫൈനൽ പോയിന്റ്, ഡയഗണൽ ഓപ്പോസിറ്റ് പോയിന്റ് ഒരു ഫൈനൽ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ഞാനിവിടെ സ്പെസിഫൈ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെക്ടാംഗിൾ ഡ്രോ ആണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നു ആൻഡ് അതുപോലെ ഫസ്റ്റ് പോയിന്റ് സെറ്റ് ചെയ്യുന്നു. ഡയഗണലി ഓപ്പോസിറ്റ് ഞാൻ സെക്കൻഡ് പോയിന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ കൻ ഗെറ്റ് എ റെക്ടാംഗുലർ സ്പേസ് ഓർ എ സ്ക്വയർ സ്പേസ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ രണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കാണാം, ജസ്റ്റ് ടൈപ്പ് ലിമിറ്റ്സ്, കമാൻഡ് ബാർസിൽ ജസ്റ്റ് ടൈപ്പ് ലിമിറ്റ്സ്. ഓക്കെ, ഇഫ് യു ടൈപ്പ് ലിമിറ്റ്സ് the system will ask you, okay, ഇതാണ് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ്, സ്പെസിഫൈ ദ ലോവർ ലെഫ്റ്റ് കോർണർ എന്ന് പറയും. ഓക്കെ, ലോവർ ലെഫ്റ്റ് കോർണർ ഇവിടെ ബൈ ഡിഫോൾട്ട് സം വാല്യൂ ഉണ്ട്. നോർമലി ബൈ ഡിഫോൾട്ട് 0,0 ആണ് ഉണ്ടാവാറ്. ഓക്കെ, 0,0 ഞാൻ ഒറിജിൻ ആണ് സെറ്റ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ലോവർ സ്പേസിനെ ഞാൻ ഒറിജിൻ ആയിട്ട് സെറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഈ XY ആക്സിസിന്റെ സെന്റർ പോയിന്റ്, സോ ഇതിന്റെ സെന്റർ പോയിന്റിലേക്ക് ഞാൻ സെറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇത് 0,0 എൻ്റർ, റൈറ്റ്? Now specify the upper right corner. Upper right corner diagonally opposite corner. ഈ ഒരു എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. See, that depends upon the type of sheet you are using. For example, നമുക്കിത് ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് A3 ഷീറ്റിലാണെങ്കിൽ സ്പെസിഫൈ ദ ഡയമെൻഷൻ ഓഫ് A3 ഷീറ്റ്. If it is an A4 sheet, specify the dimension of an A4 sheet. Now, I am specifying the dimension for an A4 sheet. 297,210 is the dimension for an A4 sheet. ഞാനത് കൊടുത്തു. Okay. Now, അപ്പോൾ ഞാനിവിടെ ലിമിറ്റ് സെറ്റ് ചെയ്തു, എൻ്റെ പേജിന്റെ ലിമിറ്റ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. നൗ ഇനി എനിക്ക് ആ പേജിലേക്ക് പോകണം. ഓക്കെ, ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്തേ ഉള്ളൂ, ആ പേജിലേക്ക് ഇത് പോയിട്ടില്ല, റൈറ്റ്? ആ കമാൻഡ് ഇവിടെ കൊടുക്കണം. സോ ദ കമാൻഡ് ഫോർ ദാറ്റ് വൺ ഈസ് സൂം. ഓക്കെ, സൂം ടു ദാറ്റ് പെർട്ടിക്കുലർ ഡയമെൻഷൻ. ഓക്കെ, സൂം കഴിഞ്ഞില്ല. സൂം ചോദിക്കുമ്പോൾ നമ്മളോട് ഒരുപാട് ഓപ്ഷൻസ് ചോദിക്കാണ്. ഓൾ ഈസ് ദ ഓപ്ഷൻ. ഓക്കെ, ഐദർ യു ക്യാൻ പ്രസ് ഓൾ, അല്ലെങ്കിൽ എ കൊടുക്കാം, എൻ്റർ കൊടുക്കാം, അല്ലെങ്കിൽ ഓൾ എന്ന് ടൈപ്പ് ചെയ്യാം ആൻഡ് യു ക്യാൻ ഗിവ് എൻ എൻ്റർ. ഓക്കെ, നൗ ഇത് കംപ്ലീറ്റ് റീസ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നമ്മളെല്ലാം ഇതൊരു A4 ഷീറ്റിന്റെ ഡയമെൻഷനിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. ഓക്കെ, കംപ്ലീറ്റ് സെറ്റപ്പ് ആൻഡ് യൂണിറ്റ് ഈസ് ഇൻ മില്ലിമീറ്റേഴ്സ്. നമ്മുടെ ഫ്രെയിം, ദ കംപ്ലീറ്റ് സെറ്റപ്പ് ഈസ് റെഡി ഫോർ യുവർ ഡ്രോയിങ്. ഓക്കെ, ഇപ്പോഴാണ് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞത്, റൈറ്റ്? അപ്പോൾ ഇതാണ് ബേസിക് ഫണ്ടമെന്റൽ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ ഹൗ ടു യൂസ് ദ ഡ്രോയിങ് ടൂൾസ് ആൻഡ് ഡ്രോ സം സിമ്പിൾ ഡയഗ്രാംസ് എന്ന് നോക്കാം. ഓക്കെ, സോ താങ്ക് യു.